പ്രണയിക്കുന്നത് തെറ്റാണോ? കേരള സമൂഹത്തിന് മുന്നിൽ ഈ ചോദ്യം ഉയർത്തിയത് ഒരു സാധാരണക്കാരനായിരുന്നില്ല. ഒരു കൗമാരക്കാരനോ കോളേജ് വിദ്യാർത്ഥിയോ കവിയോ ആയിരുന്നില്ല. കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു. തനിക്ക് ഒന്നും രണ്ടുമല്ല 5000-ഓളം പ്രണയമുണ്ടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ബോംബ് സ്ഫോടനത്തെക്കാൾ വലിയൊരു സ്ഫോടനത്തിനാണ് കേരള സമൂഹം സാക്ഷ്യം വഹിച്ചത്. ഭാര്യ ഉന്നയിച്ച ലൈംഗികാരോപണത്തിന്റെ എല്ലാ മുനയും കുത്തിയൊടിച്ച് ഒരു ആരോപണത്തിനും തന്നെ മുട്ടുകുത്തിക്കാനാവില്ലെന്ന ആത്മവിശ്വാസത്തോടും താൻ മുട്ടുകുത്തുകയില്ലെന്നുള്ള ധാർഷ്ട്യത്തോടും കൂടി ഏത് വിമർശന ശരങ്ങളെയും തടുക്കുവാനുള്ള അമ്പും വില്ലും തന്റെ ആവനാഴിലുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നത് കണ്ടപ്പോൾ ദേഹത്തേക്ക് ആരോ ചെളിവെള്ളം കോരിയൊഴിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് കേരളത്തിലെ ധാർമ്മിക ബോധമുള്ള ഒരു പറ്റം ആളുകൾക്ക് ഉണ്ടായത്. ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുക മാത്രമല്ല, സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയായിട്ടാണ് അത് അനുഭവപ്പെട്ടത്. ഓരോ ഭർത്താവും ഓരോ ഭാര്യയും പ്രണയത്തിന്റെ പേര് പറഞ്ഞ് തനിക്ക് ഇഷ്ടമുള്ളവർക്കൊപ്പം ഇറങ്ങിത്തിരിക്കുമ്പോൾ കുടുംബമൂല്യങ്ങൾക്ക് പ്രാധാന്യവും പ്രസക്തിയും നൽകുന്ന കേരള സമൂഹത്തിന് അത് എത്രത്തോളം ആശാസ്യമായിരിക്കും? കുടുംബങ്ങളുടെ മാത്രമല്ല, സമൂഹത്തിന് തന്നെ ധാർമ്മിക അപജയത്തിനാണ് അത് വഴിവെക്കുന്നത്. കാരണം വിവാഹേതര ബന്ധങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും ദാമ്പത്യ ബന്ധത്തിന് പുറത്തുള്ള ബന്ധങ്ങളെ കാൽപ്പനികമായ പ്രണയ സങ്കല്പങ്ങളോട് സാദൃശ്യപ്പെടുത്തി നോർമലൈസ് ചെയ്യാനുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. മാത്രവുമല്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ എന്ന പഴയൊരു പരസ്യം പോലെ എല്ലാവരും പ്രണയിച്ചു തുടങ്ങുമ്പോൾ ആർക്കും പരാതികൾ ഉണ്ടാവില്ലെന്നും ആരും പ്രശ്നക്കാരായി മാറുകയില്ലെന്നും പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ പ്രണയിക്കാൻ കൂടി അദ്ദേഹം ആഹ്വാനം മുഴക്കിയപ്പോൾ നാം ജീവിക്കുന്നത് ഏത് കാലത്തും ഏത് ലോകത്തും ആണെന്ന് തോന്നിപ്പോയി. കവിക്കോ കലാകാരനോ വേണമെങ്കിൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് നമുക്ക് ആനുകൂല്യം കൊടുക്കാമെങ്കിലും ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് അത്തരത്തിലൊരു അരാജകത്വവാദിയാൻ കഴിയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നേയില്ല. രണ്ടാം ഭാര്യ അദ്ദേഹത്തിനെതിരെ ലൈംഗികാരോപണം തെളിവ് സഹിതം ഉന്നയിച്ച അവസരത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടും സ്വയം ന്യായീകരിച്ചുകൊണ്ടുമായിരുന്നു അദ്ദേഹം ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഭാര്യയെ സമൂഹ മധ്യത്തിൽ അപഹാസ്യ വിധേയമാക്കുന്ന വിധത്തിലുള്ള ഒരു കമന്റ് നടത്താനും അദ്ദേഹം മടിച്ചില്ല. ഒരു ജനപ്രതിനിധിക്ക്, നിലവിലുള്ള സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ ഒരു മന്ത്രിക്ക് പറയാൻ കഴിയുന്ന വാക്കും നോക്കും ഭാഷയും ആശയവുമായിരുന്നോ അദ്ദേഹം അന്ന് അവിടെ പ്രകടിപ്പിച്ചത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തി, സമാരാധനായ ഒരു വ്യക്തി, സർവോപരി ഒരു നേതാവ് ഇത്തരത്തിൽ തന്റെ തെറ്റിനെ ന്യായീകരിക്കുന്നത് എത്രത്തോളം ആശാസ്യമാണ്? അത്തരമൊരു മാതൃക സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ധാർമ്മികതയെ നിരാകരിക്കുകയും മൂല്യ നിരാസത്തിന്റെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നത് ആശങ്കയോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാനാവൂ. ധാർമ്മികതയിൽ അടിയുറച്ച മൂല്യബോധമുള്ള സദാചാര നിഷ്ഠയുള്ള നേതൃത്വത്തിന്റെ അഭാവമാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ആവർത്തിക്കേണ്ടി വരുന്നത് ഇവിടെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഒരു സംസ്കാരത്തെ നശിപ്പിക്കുന്നത് ധാർമ്മിക അപഭ്രംശങ്ങളാണ്. തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന ഒരു ലോകത്തെ വാർത്തെടുക്കുകയും തെറ്റിനെ ശരിയെന്ന് അവതരിപ്പിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരം രൂപപ്പെടുത്തുകയുമാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും മികച്ച തെളിവാണ് പ്രണയിക്കുന്നത് തെറ്റാണോ എന്ന അദ്ദേഹത്തിന്റെ ആ ചോദ്യം. അതെ സാർ, പ്രണയിക്കുന്നത് തെറ്റ് തന്നെയാണ്. കാരണം എല്ലാ പ്രണയവും നിയമവിധേയമല്ല, അനുവദനീയവുമല്ല. എല്ലാ പ്രണയവും സമൂഹത്തിന് മാതൃകയുമല്ല. എല്ലാം പ്രണയവുമല്ല. ഒരു വ്യക്തിയോട് തോന്നുന്ന അഗാധമായ മാനസികവും വൈകാരികവുമായ അടുപ്പമാണ് പ്രണയം. മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന വികാരം പ്രണയം തന്നെയാണ്. മാനസിക പൊരുത്തമുള്ള പങ്കാളിയെ കണ്ടെത്താനുള്ള ജൈവിക പ്രചോദനമായിട്ടാണ് പ്രണയം കണക്കാക്കപ്പെടുന്നത്. ശാരീരിക സുഖത്തിനപ്പുറം ആഴത്തിലുള്ള സൗഹൃദവും പരസ്പര ബഹുമാനവും ചേർന്നതാണ് പ്രണയമെന്നാണ് പ്രണയത്തെക്കുറിച്ചുള്ള ചില നിർവചനങ്ങൾ. പ്രണയം എന്നത് പരസ്പര വിശ്വാസത്തിലും പങ്കാളിയുടെ സന്തോഷത്തിലും അധിഷ്ഠിതമായ സുന്ദരമായ വൈകാരികമായ അനുഭവമാണ്. യഥാർത്ഥ പ്രണയം ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ഒരാളോട് മാത്രം തോന്നുന്ന വികാരമാണ്. പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും പ്രണയം നൽകാനുമുള്ള ദാഹം എല്ലാവരിലും ഉണ്ടാകുമ്പോഴും അത്തരം ചോദനകളെ ക്രിയാത്മകമായും ധാർമ്മികമായും നിയന്ത്രിച്ചു നിർത്താനും വഴിതിരിച്ചു വിടാനും കഴിവുള്ളത് മനുഷ്യർക്ക് മാത്രമാണ്. മനനം ചെയ്യാൻ മാത്രമല്ല, വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ കൂടി കഴിവുള്ളവനാണ് മനുഷ്യൻ.
അതുതന്നെയാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസവും. ഈ വ്യത്യാസം ഇല്ലാതെ വരുമ്പോഴാണ് ഒരു തുണ്ട് മാംസവും ശരീരമാണെന്ന മട്ടിൽ കൊച്ചു കുട്ടികൾ പോലും ശരീരദാഹത്തിന്റെ ഇരകളാക്കപ്പെടുന്നത്. മൃഗങ്ങൾ സദാചാരനിഷ്ഠയുള്ളവരല്ല. ഒരു ഇണയിൽ മാത്രം ഒതുങ്ങി നിർത്താൻ മാത്രമുള്ളതല്ല അവരുടെ ലൈംഗികതയും. എന്നാൽ മനുഷ്യൻ വികാരജീവിയാകുമ്പോഴും അവൻ സദാചാര ബോധമുള്ളവൻ കൂടിയാണ്. ബഹുഭാര്യത്വവും ബഹുഭർത്തൃത്വവും പോലെ അസംസ്കൃതമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഒരൊറ്റ ഇണയിൽ മാത്രമായി നിൽക്കുന്ന കുടുംബ വ്യവസ്ഥയിലേക്ക് കേരള സമൂഹം മാറിയിട്ട് അധികം നൂറ്റാണ്ടുകളൊന്നും ആയിട്ടില്ല. ക്രൈസ്തവ മിഷണറിമാരെ പോലെയുള്ളവരുടെ പ്രബോധനങ്ങളും ജീവിത മാതൃകകളും കേരളത്തിന്റെ സദാചാര നിഷ്ഠയെ പൊടിതട്ടിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. അത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമായി നിലയുറപ്പിച്ച് ഭദ്രമായ കുടുംബ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് ഒരു സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മന്ത്രി ശ്രമിക്കുന്നത്. സ്വന്തം തെറ്റിനെ ന്യായീകരിക്കാനും അത് സാധാരണമാണെന്ന മട്ടിൽ അവതരിപ്പിക്കാനും സ്വയം സ്വാർത്ഥതയിൽ നിന്ന് ധാർമ്മിക വിരുദ്ധവും അപക്വവുമായ പ്രസ്താവനകൾ നടത്തുന്നത് ഇത് തികച്ചും അപലപനീയം തന്നെയാണ്. 5000-ഓളം പേരെ പ്രണയിക്കാൻ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളുടെ മാനസികാരോഗ്യത്തെ കുറിച്ച് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. വ്യഭിചാരത്തിന് ആധുനിക സമൂഹം നൽകിയിരിക്കുന്ന പേരാണ് പ്രണയം. വിവാഹേതര ബന്ധങ്ങളെ ന്യായീകരിക്കാൻ സമൂഹം തിരഞ്ഞെടുത്തിരിക്കുന്ന മാന്യമായ പേരാണ് അത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രണയങ്ങളെ നമ്മൾ തിരസ്കരിക്കേണ്ടതും എതിർക്കേണ്ടതും. പ്രണയം മരണത്തെ പോലെ ശക്തമാണെന്നും ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ലെന്നും പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയില്ലെന്നും പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയേ ഉള്ളൂവെന്നും വേദപുസ്തകത്തിലെ ഉത്തമഗീതം പറയുമ്പോൾ തന്നെ സമയമെത്തും മുൻപ് പ്രണയത്തെ തട്ടി ഉണർത്തരുത് എന്നൊരു താക്കീത് കൂടി ഉത്തമഗീതം നൽകുന്നുണ്ട്. സമയത്തും അസമയത്തും പ്രണയം ഉണരുമ്പോഴും ആ പ്രണയത്തെ ഏതു രീതിയിലാണ് ഉണർത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നിടത്താണ് മനുഷ്യന് വിവേകം ബലമായി മാറുന്നത്. വിവേകം നഷ്ടപ്പെട്ട മനുഷ്യൻ ബാലൻസ് നഷ്ടപ്പെട്ട വ്യക്തിക്ക് തുല്യമാണ്. എപ്പോഴാണ് വീഴുകയെന്നും ആ പതനം എത്രത്തോളം ആഴമുള്ളതാണ് എന്നും അപ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അമ്മയുടെ ആൺസുഹൃത്തും അച്ഛൻ്റെ പെൺസുഹൃത്തും ഇപ്പോഴത്തെ പ്രണയത്തിന്റെ ഏറ്റവും കയ്പ് നിറഞ്ഞതും പുതിയതുമായ മുഖങ്ങളാണ്. പ്രണയത്തിന്റെ പേരിൽ എന്തുമാവാം എന്ന ലൈസൻസ് ഉള്ളതുകൊണ്ടാണ് വിവാഹേതരമായ ബന്ധങ്ങളെയും അകമൃഗമനങ്ങളെയും പ്രണയം എന്ന ലേബലൊട്ടിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും പ്രണയമല്ലെന്നും കാമം മാത്രമാണെന്നും തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ ഒരു ഭാഗം ആളുകൾക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസകരം. രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സദാചാര ബോധവും ധാർമ്മിക നിഷ്ഠയും കൊണ്ടാണ് ഇത്തരത്തിലുള്ള നെറികേടുകൾക്കെതിരെ അവർ പ്രതികരിക്കുന്നത്. തൊട്ടയൽ സംസ്ഥാനത്തുള്ള ഒരു സൂപ്പർ താരത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ച ധാർമ്മിക അപജയവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മാസ്മരിക പ്രകടനം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ കയ്യിലെടുത്ത ആ സൂപ്പർ താരം രാഷ്ട്രീയ പ്രവേശനത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ വിവാഹമോചനം ഫയൽ ചെയ്തത്. അതിന് കാരണമാവട്ടെ ഭർത്താവിന്റെ വിവാഹേതര ബന്ധവും. ഇനി ആവർത്തിക്കില്ലെന്ന് വാക്കു തന്ന ബന്ധം വാക്ക് തെറ്റിച്ചതിനെ തുടർന്നപ്പോൾ ഇനിയും സഹിച്ചു നിൽക്കാൻ തയ്യാറാവാതെ ഭാര്യ ഡിവോഴ്സിന് അപേക്ഷ നൽകിയപ്പോൾ തകർന്നു വീണത് അതുവരെ താരം കെട്ടിപ്പൊക്കിയ നായക പരിവേഷം തന്നെയായിരുന്നു. ഉടഞ്ഞു വീണത് താരവിഗ്രഹം തന്നെയായിരുന്നു. വിവാദങ്ങളും ആരോപണങ്ങളും കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ആരോപണ വിധേയയായ നടിയുമൊത്ത് താരം പൊതുവേദി പങ്കിട്ടത് എന്നത് ആദ്യം പറഞ്ഞ സംഭവത്തിലേതുപോലെ സ്വന്തം തെറ്റിനെ വെള്ളപൂശുന്നതിന് തുല്യമായിരുന്നു. വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ധീരോദാത്തന്മാരും അതിപ്രതാപ ഗുണവാന്മാരും ആകുമ്പോൾ തന്നെ നിത്യജീവിതത്തിൽ അവരെല്ലാം ഇരട്ട മുഖങ്ങൾ അണിയുന്നവരാണ് എന്നാണ് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരക്കാർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം നിഷേധാത്മകമാണ്. ലോകം മുഴുവൻ അറിയുന്ന താരങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന തീരെ ചെറിയ അപഭ്രംശം പോലും ആരാധകർക്കിടയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സൂപ്പർ താരത്തിന്റെ വിവാഹേതര ബന്ധം പരസ്യമായപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരായിരുന്നു നല്ല വിഭാഗം ആളുകളും എന്നത് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച മൂല്യച്യുതിയുടെ പ്രത്യക്ഷോദാഹരണമാണ്. ആരാധകരെന്ന് അവകാശപ്പെടുന്ന സ്ത്രീജനങ്ങൾ പോലും സൂപ്പർ താരത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഭാര്യയ്ക്ക് അനുകൂലമായി പോസ്റ്റ് ചെയ്തവർ പിന്നീട് അത് പിൻവലിച്ചു എന്നതിനും കാലം സാക്ഷി. ധാർമ്മികതയില്ലാത്തതും സനാതന മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നതുമായ ആശയങ്ങൾ എങ്ങനെയാണ്
നമ്മുടെ പുതുതലമുറയെ സ്വാധീനിക്കുന്നത് എന്നതിന് മികച്ച 2 ഉദാഹരണങ്ങളാണ് സോഷ്യൽ മീഡിയയും TV ചാനലുകളും. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനൽ വർഷം തോറും നടത്തിവരുന്ന റിയാലിറ്റി ഷോയിൽ പതിവായി LGBT പ്രതിനിധികളെ ഉൾപ്പെടുത്താറുണ്ട്. അതവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമെന്ന് കരുതി അതിനെ അതിൻ്റെതായ വഴിക്ക് വിടുമ്പോഴും അവയ്ക്ക് പിന്നിൽ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി അടയിരിപ്പുണ്ട് എന്ന വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. അതിനുള്ള തെളിവായിരുന്നു കഴിഞ്ഞ സീസണിൽ പങ്കെടുത്ത ലെസ്ബിയൻസിനെതിരെ മറ്റൊരു കണ്ടസ്റ്റന്റ് തന്റെ അഭിപ്രായം പറഞ്ഞതിനെ ചൊല്ലി അവതാരകൻ രോഷാകുലനായത്. ഇത്തരക്കാരെ തന്റെ വീട്ടിൽ കയറ്റുകയില്ലെന്ന് പറഞ്ഞതായിരുന്നു സൂപ്പർ താരമായ അവതാരകനെ ചൊടിപ്പിച്ചത്. അവതാരകന്റെ സിംഹഗർജനം കേട്ട് ആ പ്രോഗ്രാം കണ്ട ഒട്ടുമിക്ക പ്രേക്ഷകരും ഞെട്ടിയിട്ടുണ്ടാവണം. എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ താല്പര്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ തന്റെയോ ചാനലിന്റെ തന്നെയോ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ ഒരഭിപ്രായം വന്നതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു സൂപ്പർ താരം സ്വവർഗാനുരാഗത്തിനും സ്വവർഗ ബന്ധത്തിനും നൽകുന്ന പിന്തുണ കാണുമ്പോൾ അവയൊന്നും അത്ര അസാധാരണമായ കാര്യമല്ലെന്നും മോശം വസ്തുതയല്ലെന്നുമുള്ള ചിന്തയാണ് അത് കാണുന്ന പ്രായപൂർത്തിയാകാത്ത ആളുകളിലെങ്കിലും ഉടലെടുക്കുന്നത്. സ്വവർഗാനുരാഗികളുടെ സ്വന്തം പ്രതിസന്ധിയെ അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ പോലും അത്തരക്കാരുടെ അഭിമുഖത്തിന് കൂടുതൽ പ്രചാരം കൊടുക്കുവാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പുരോഗമന സ്വഭാവത്തിന്റെ പേരിൽ കയ്യടി നേടാൻ മാത്രമല്ല, കൃത്യമായ അജണ്ട നമ്മുടെ കുടുംബങ്ങളിലേക്ക് തള്ളിവിടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നടക്കുന്നത്. അതും നമ്മുടെ കുടുംബ വ്യവസ്ഥയുടെ ആണിക്കല്ലുകൾ പിഴുതെറിയാൻ മാത്രം കരുത്തുള്ളവയാണ്. പ്രശസ്തരായവരുടെ മാത്രമല്ല, ചുറ്റുപാടുകളിലുള്ള സാധാരണക്കാരുടെ ജീവിതത്തിലും കാണാം പല തരത്തിലുള്ള താളപ്പിഴകൾ. പുറമേക്ക് മാതൃകാ ദമ്പതികളെന്ന മട്ടിൽ ജീവിക്കുമ്പോഴും രഹസ്യമായ ജീവിതം നയിക്കുന്നവർ, ആരും അറിയില്ലെന്ന മട്ടിൽ വ്യക്തിജീവിതത്തിലെ വ്യത്യസ്തതകളുടെയും വൈചിത്രങ്ങളുടെയും പിന്നാലെ പായുന്നവർ, പിടികൂടപ്പെടുമ്പോൾ മാത്രം കള്ളി വെളിച്ചത്താകുന്നവർ, സമീപകാലത്തെ പല പത്രവാർത്തകളിലെയും ആത്മഹത്യകൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിലുള്ളത് വിവാഹേതര ബന്ധങ്ങൾ വരുത്തിവെച്ച അപകടങ്ങളായിരുന്നുവെന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊല്ലാനോ ഉപേക്ഷിക്കാനോ അച്ഛന്മാർക്കോ അമ്മമാർക്കോ മടിയില്ലാതായിരിക്കുന്നു. പണ്ടൊക്കെ അബോർഷനിലൂടെയാണ് കുരുന്നുകളുടെ ജീവൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ശുചിമുറിയിലും ഹോസ്റ്റൽ മുറിയിലും വരെ രഹസ്യമായി പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ സ്ത്രീകൾക്ക് മടിയില്ലാതായിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വർഷങ്ങളോളമായി നേർച്ചകാഴ്ചകൾ അർപ്പിച്ച് കണ്ണീരോടെ കാത്തിരിക്കുന്ന ദമ്പതിമാർ ഏറെയുള്ളപ്പോഴാണ് മുമ്പ് പറഞ്ഞതുപോലെ പ്രണയത്തിന്റെ പേരിൽ ഗർഭം ധരിക്കുന്നവരുടെയും കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്നവരുടെയും എണ്ണം പെരുകുന്നത്. സ്വന്തം സുഖത്തിനപ്പുറം മറ്റൊന്നും അവർ തിരയുന്നില്ല. പാശ്ചാത്യ സംസ്കാരത്തിന്റെ കാറ്റിൽപ്പെട്ട് ഇന്ന് നമ്മളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മൈ ബോഡി മൈ ചോയ്സ് എന്ന്. അതിന്റെ അനുരണനമാണ് കന്യകാത്വ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പുതിയ സ്ത്രീവാദ ചിന്തകൾ. തന്റെ ശരീരം തനിക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് അതുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്ന തീരുമാനമാണ് പല പെൺകുട്ടികൾക്കും. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. വ്യക്തിവാദവും സ്വാതന്ത്ര്യബോധവും ഇന്ന് മുൻപ് എന്നത്തേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ പേരിലുള്ളതാണ് ഇന്ന് സമൂഹത്തിൽ നടപാടുന്ന പലതരം വൈകൃതങ്ങളും. പുരുഷന് വേണ്ടാത്ത കന്യകാത്വം തനിക്കും വേണ്ടെന്ന മട്ടിൽ സ്ത്രീ സമത്വത്തിന്റെ കാഹളവുമായി നടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും ശുദ്ധത അനിവാര്യമായ ഘടകം തന്നെയാണ്. കന്യക എന്നല്ലാതെ കന്യകൻ എന്ന പദം ഇല്ലാത്തത് കൊണ്ട് പുരുഷന്മാർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് അർത്ഥവുമില്ല. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന മട്ടിലായിട്ടുണ്ട് പെൺകുട്ടികളുടെ പോലും സമീപനം. സിനിമയിലെ നായികമാർ തുറന്നു കൊടുക്കുന്ന സ്വതന്ത്ര ചിന്തയുടെ ഗുഹായസിൽ അവർ പറന്നു തുടങ്ങുകയും ഏതെങ്കിലുമൊക്കെ അപകടം പിടിച്ച ഗുഹാമുഖങ്ങളിൽ അവർ ചെന്ന് ചേക്കേറുകയും ചെയ്യുന്നു. കന്യകാത്വത്തിനും ബ്രഹ്മചര്യത്തിനുമെല്ലാം ഇന്ന് യുവജനങ്ങൾ തെല്ലും പ്രാധാന്യം കൊടുക്കാതെ പോകുന്നതിന് കാരണം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മൂല്യ നിരാസം തന്നെയാണ്. ധാർമ്മികതയെക്കുറിച്ചും സദാചാരത്തെക്കുറിച്ചും ചാരിത്ര ശുദ്ധിയെക്കുറിച്ചും സംസാരിക്കുന്നവർ പാരമ്പര്യവാദികളും പഴഞ്ചന്മാരും അതിനെതിരെ സംസാരിക്കുന്നവർ പുരോഗമനവാദികളുമായി വാഴിക്കപ്പെടുന്ന സാഹചര്യം പരക്കെയുണ്ട്. പ്രത്യേകിച്ച് കലയിലും സാഹിത്യത്തിലും. ഭർത്താവിന്റെ മുഖത്തേക്ക് ചെളിവെള്ളം കോരിയൊഴിച്ചതിന് ശേഷം ഇറങ്ങിയോടുന്ന ഇന്ത്യൻ കിച്ചണിലെ നായികയും
ഭർത്താവിനെ ആൺസുഹൃത്തിന്റെ പക്കൽ എത്തിച്ചതിന് ശേഷം തൻ്റെ പൂർവ്വ കാമുകനൊപ്പം ജീവിതം ആരംഭിക്കുന്ന കാതലിലെ നായികയുമൊക്കെയാണ് നമ്മുടെ പുതിയ കാലത്തെ ഫേവറേറ്റുകൾ. കഥയായും കഥാപാത്രങ്ങളായും സെലിബ്രിറ്റികൾ അവതരിപ്പിക്കുന്ന ജീവിത സമീപനം പുതിയൊരു ഉൾക്കാഴ്ചയോടെ പുത്തൻ തലമുറയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റികൾക്ക് സംഭവിക്കുന്ന ധാർമ്മിക അപജയവും അവർ അതിന് നൽകുന്ന ന്യായീകരണവും ഇന്നത്തെ കേരള സമൂഹത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളിലും ദോഷകരമായ സ്വാധീനം ക്ഷണിച്ചു വരുത്തിയിട്ടുമുണ്ട്. ഇതൊക്കെ സാധാരണമാണ് എന്ന മട്ടിലാണ് പല കാര്യങ്ങളെയും അവർ സമീപിക്കുന്നത്. തിന്മകളെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്ന പലതിനെയും ജനറലൈസ് ചെയ്യുന്നത് വഴിയായി ആരിലും കുറ്റബോധമോ പശ്ചാത്താപമോ അനുഭവപ്പെടുന്നുമില്ല. പരസ്ത്രീ ബന്ധത്തെയും പരപുരുഷ ബന്ധത്തെയും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് ചർവിത ചർവണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ അതിവ്യാപനത്തെ തുടർന്ന് ഇന്ന് കൂണുപോലെ മുളച്ചു പൊന്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് മോട്ടിവേഷണൽ സ്പീക്കർമാരും ഇൻഫ്ലുവൻസേഴ്സും. വ്ളോഗർമാരെ തട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രവേശിക്കാൻ പോലും ദുഷ്കരമായിരിക്കുന്ന സാഹചര്യം. അണ്ടകടാഹത്തിലെ സകലതിനെ കുറിച്ചും വായി തോരാതെ സംസാരിക്കുകയും ഏതൊരു വിഷയത്തിനും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഇവർക്ക് ഫോളോവേഴ്സും ഏറെയുണ്ട്, അതും ചെറുപ്പക്കാർ. പക്ഷേ ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്മാരും യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചില പത്രവാർത്തകൾ ഇപ്രകാരമാണ്: വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. 3.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഇരവുകാട് സ്വദേശി ഹാഫിസ് കസ്റ്റഡി. ഇൻഫ്ലുവൻസർ ഷാലു കിങ് പീഡന കേസിൽ അറസ്റ്റിൽ. പോക്സോ കേസിൽ യൂട്യൂബർ അറസ്റ്റിൽ. MDMA-യുമായി യൂട്യൂബർ പിടിയിൽ. 1 വർഷത്തിനിടയിൽ 20ഓളം പെൺകുട്ടികളെ പീഡിപ്പിച്ച മറ്റൊരു യൂട്യൂബർ ഉണ്ട്. യുവജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്നുവെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നവരാണ് ഇവരെല്ലാം. തീയുടെ അരികിലേക്ക് ഈയാമ്പാറ്റുകളെ പോലെ പാഞ്ഞു ചെല്ലുകയാണ് പെൺകുട്ടികൾ പലരും. അത്തരമൊരു ആകർഷണ വലയത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുമാറ് സ്വാധീനശേഷി ഇവർ സ്വരൂപിച്ചെടുത്തിട്ടുമുണ്ട്, ആകർഷകമായ സംസാരം കൊണ്ടും രൂപഭംഗി കൊണ്ടും. എന്നാൽ ഇവരിൽ ഭൂരിപക്ഷവും കള്ള നാണയങ്ങളാണെന്നത് ഇത്തരം ചില കേസുകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. മൊബൈൽ അടിമത്വവും സോഷ്യൽ മീഡിയ അടിമത്വവും ചേർന്നാണ് ഇത്തരം കെണികളിൽ പെൺകുട്ടികൾ വീണു പോകുന്നത്. കെട്ടുറപ്പില്ലാത്ത കുടുംബബന്ധങ്ങൾ മക്കളെ ഇത്തരത്തിലുള്ള ചില കെണികളിൽ പെടുത്താറുമുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല. രണ്ടുപേരും തങ്ങളുടേതായ ലോകത്തിൽ മുഴുകി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് തന്നെ തെറ്റായ നിരവധി സ്നേഹബന്ധങ്ങൾ ഉള്ളപ്പോൾ ആശ്വാസം തേടി അലയുന്ന മാൻകുരുന്നുകളായ മക്കൾ ചെന്ന് ചാടുന്നത് ചെന്നായ്ക്കൂട്ടങ്ങൾക്കിടയിലേക്കായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ കടയുദ്ഘാടനത്തിൽ വരുന്നതറിഞ്ഞ് തിങ്ങിക്കൂടിയ കൗമാരക്കാരെ കൊണ്ട് റോഡ് ബ്ലോക്കായ സംഭവവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഫാൻസുകാർ ഏതൊരാൾക്കും അത്യാവശ്യവുമാണ്. പക്ഷേ ആരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ എന്നത് അതിലേറെ പ്രധാനമാണ്. വായ് തുറന്നാൽ ചീത്ത പറയുന്ന, അസഭ്യം പറയുന്നവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾക്ക് ആരാധനാമൂർത്തികളാകുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് നല്ലതൊന്നും ഒരിടത്തു നിന്നും കിട്ടുന്നില്ല എന്നത് തന്നെയാണ് കാരണമെന്ന് പറയേണ്ടി വരും. ഭരണതലങ്ങളിലും ജനപ്രിയ സംസ്കാരങ്ങളിലും മുടിച്ചൂടാ മന്നന്മാരായി വിരാജിക്കുന്നവർക്ക് സംഭവിക്കുന്ന അപഭ്രംശങ്ങൾ നമ്മെ എത്രത്തോളമാണോ വിഷമിപ്പിക്കുന്നത്, അതുപോലെ തന്നെ നമ്മെ വിഷമിപ്പിക്കുന്നത് ഒന്നാണ് അധ്യാപകർക്ക് സംഭവിക്കുന്ന ധാർമ്മിക അപജയം. അധ്യാപക സമൂഹത്തിൽ അടുത്തിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുഴുക്കുത്തുകളും അജീർണതകളും സമൂഹത്തിൽ മാരകമായ മുറിവുകളാണ് സൃഷ്ടിക്കുന്നത്. ഗുരു എന്ന വാക്കിലെ ഗു അജ്ഞാന രൂപിയായ അന്ധകാരത്തെയും രു ആ അന്ധകാരത്തെ നശിപ്പിക്കുന്ന ജ്ഞാന രൂപിയായ പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി ജ്ഞാനമാകുന്ന പ്രകാശം നൽകിയ വ്യക്തിയെ ആത്മീയ ഉയർച്ചയിലേക്ക് നയിക്കുന്ന ആചാര്യന്മാരാണ് ഗുരു. അതായത് അന്ധകാരത്തെ അകറ്റുന്ന, അജ്ഞാനം ഇല്ലാതാക്കുന്നവനാണ് ഗുരു. പക്ഷേ അത്തരം സത്യങ്ങളൊക്കെ ഇന്ന് വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പല വാർത്തകളും പറയുന്നത്. ഗുരുശിഷ്യ ബന്ധത്തിൽ അപകടകരമായ വിധത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. നേതാക്കളിൽ സംഭവിക്കുന്ന ധാർമ്മിക അപജയം പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ കാർന്നിരുന്ന ഒരു രോഗമാണ് അധ്യാപക സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന മൂല്യച്യുതി. അധ്യാപക ലോകത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതാനും ചില വാർത്തകളിലൂടെ കടന്നു പോകാം. 6ാം ക്ലാസ്സുകാരനെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി മദ്യം നൽകി പീഡിപ്പിച്ചു. അധ്യാപകൻ പിടിയിൽ. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം. മദ്രസ അധ്യാപകന് 30 വർഷം കഠിന തടവ്. 12കാരനെ 1 വർഷത്തിനിടെ പീഡിപ്പിച്ചത് 6 തവണ. 11 വർഷം മുൻപ് പീഡനം. ട്യൂഷൻ അധ്യാപകന് 18 വർഷം കഠിന തടവ്.
ഇതൊക്കെ കഴിഞ്ഞ മാസങ്ങളിലായി കേരളത്തിൽ സംഭവിച്ച ചില വാർത്തകളുടെ തലവാചകങ്ങൾ മാത്രമാണ്. പരിപാവനമായി നാം കണ്ടിരുന്ന ഗുരുശിഷ്യ ബന്ധത്തിന് എങ്ങനെയാണ് ഇതുപോലെയുള്ള അപജയം സംഭവിച്ചത്? വിദ്യ തേടി തന്റെ മുന്നിലെത്തുന്ന കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കാണേണ്ടതിന് പകരം മാംസദാഹത്തോടെ അവരെ കാണാൻ ഒരു അധ്യാപകന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് നമ്മുടെ നേതൃത്വത്തിന് സംഭവിക്കുന്ന ധാർമ്മികാപജയം പ്രധാന കാരണമായി മാറുന്നത്. യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ പ്രമാണം. ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ധാർമ്മികതയും മൂല്യബോധവുമാണ് ആ രാജ്യത്തിന്റെ സമ്പത്ത്. അഴിമതിക്കാരനായ സ്വച്ഛാധിപതിയായ ഒരു ഭരണകർത്താവ് തനിക്ക് കീഴിൽ സംഭവിക്കുന്ന ഏതു തരം അനീതിയോടും അക്രമത്തോടും ആധാർമിക പ്രവൃത്തികളോടും അസഹിഷ്ണുത കാണിക്കും. അയാൾ അതിനെതിരെ ശബ്ദിക്കാൻ ധാർമ്മികമായി കരുത്തില്ല. അയാൾ ഏതെങ്കിലും ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ 9 വിരലുകൾ അയാൾക്കെതിരെ നീളും. ഇത് അറിയാവുന്നതുകൊണ്ടാണ് അയാൾ നിശബ്ദത പാലിക്കുന്നത്. ഈ നിശബ്ദത മറ്റുള്ളവർക്ക് അനീതി പ്രവർത്തിക്കാനും അഴിമതി ചെയ്യാനും മൗനാനുവാദം നൽകുന്നു. ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് മെക്സിക്കോയാണ്. എന്തുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്? ദുർബലമായ ഭരണകൂടവും ധാർമ്മികതയില്ലാത്ത നേതാക്കന്മാരും എന്നതാണ് അതിന് ഒറ്റവരി ഉത്തരം. മയക്കുമരുന്ന് മാഫിയകളുടെ ചട്ടുകങ്ങളാണ് അവിടെയുള്ള അധികാരികളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ രാജ്യത്തെ അക്രമവും അഴിമതിയും തുടച്ചു നീക്കാൻ അവർക്ക് കഴിയാതെ പോവുകയാണ്. ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിലും സംഭവിക്കുന്നത്. ചുംബന സമരവും ലൈംഗിക തൊഴിലും LGBTQ പ്രക്ഷോഭങ്ങളും നമുക്കിപ്പോൾ അസാധാരണ കാര്യമല്ല. അതിലൂടെ പുതിയൊരു സംസ്കാരം നമ്മൾ പരുവപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് വിവാഹേതര ബന്ധങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുന്നു. പ്രണയത്തിന്റെ പേര് പറഞ്ഞ് ആർക്കും കാൽപ്പനികനാകാം. ഫലമോ നമ്മുടെ കുടുംബ മൂല്യങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നു. ആത്മീയതയുടെ അഭാവമാണ് ധാർമ്മികത ഇല്ലായ്മയ്ക്ക് വഴിയൊരുക്കുന്നത്. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലും ജനങ്ങളുടെ ജീവിത ശൈലിയിലും ധാർമ്മികതയ്ക്ക് പ്രമുഖ സ്ഥാനമുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ പ്രതികൂല ഫലങ്ങൾ രാജ്യത്തെ മുഴുവനും ബാധിക്കും. വ്യക്തികളിൽ ധാർമ്മികത ഇല്ലാതാകുമ്പോൾ അഴിമതി വർദ്ധിക്കുകയും ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയും ചെയ്യും. നിയമങ്ങൾ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനേക്കാൾ അധികാരികൾക്ക് അനുകൂലമായി മാറുന്ന സ്ഥിതിവിശേഷം ഉടലെടുത്തേക്കാം. അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതാകുമ്പോൾ പരസ്പരം ബഹുമാനിക്കാനും സഹകരിക്കാനും കഴിയാതെ വരുന്നു. ധാർമ്മിക മൂല്യങ്ങളാണ് ഒരാളെ ബഹുമാനിക്കാനും കേവലം ശരീരത്തിനപ്പുറം ആ വ്യക്തിയെ ആദരിക്കാനും പ്രേരിപ്പിക്കുന്നത്. വ്യക്തിയെ ശരീരത്തിനപ്പുറം ആത്മാവ് കൂടിയുള്ള വ്യക്തിയായി കാണാൻ കഴിയുന്നത് ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രവുമാണ്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലുള്ളതും ധാർമ്മികതയുടെ അഭാവമാണ്. നിയമം നടപ്പാക്കുന്നതും നിയമം പാലിക്കേണ്ടവരും ഒരുപോലെ ധാർമ്മികത നഷ്ടപ്പെടുത്തുമ്പോൾ നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടും. ഞാൻ അഴിമതി ചെയ്തിട്ടില്ല, കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നത് മാത്രമല്ല ഒരാളുടെ ധാർമ്മികത നിശ്ചയിക്കുന്നത്. അയാൾ തൻ്റെ ശരീരത്തോട് പുലർത്തുന്ന ആദരവും മാന്യതയും കുടുംബ മൂല്യങ്ങൾക്ക് കൽപ്പിക്കുന്ന വില കൂടിയാണ്. ഭർത്താവ്, മകൻ, പിതാവ്, സഹോദരൻ എന്നിങ്ങനെ ഓരോരുത്തരും അവനവരുടെ പദവികൾക്ക് അനുസരിച്ച് ആ സ്ഥാനങ്ങളോട് എന്തുമാത്രം നീതി പുലർത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് തുടങ്ങണം പരിസര ശുചിത്വം എന്ന് പറയുന്നത് പോലെ സ്വയം ജീവിതത്തിൽ ധാർമ്മികത പുലർത്തിക്കൊണ്ട് വേണം സമൂഹത്തെ നയിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. അല്ലെങ്കിൽ അന്ധനെ നയിക്കുന്നത് പോലെയാകും കാര്യങ്ങൾ. സമഗ്രമായ വ്യക്തിത്വമുള്ള ഒരു നേതാവിനെ മാതൃകയും സത്യസന്ധരുമായിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു നേതാവിന് ആവശ്യമുണ്ടായിരിക്കേണ്ടത് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള, മറ്റുള്ളവർക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ധാർമ്മിക ജീവിതം തന്നെയാണ്. അത് കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ. മത, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ വിരാജിക്കുന്നവർക്കെല്ലാം ധാർമ്മികത അത്യാവശ്യവുമാണ്. മൂല്യബോധമില്ലാത്ത ഒരാൾക്കും സമൂഹത്തെ ക്രിയാത്മകമായി മുന്നോട്ട് നയിക്കാനാവില്ല. നേതൃത്വ നിരയിലുള്ളവരുടെ വ്യക്തിജീവിതവും പൊതുജീവിതവും തത്വങ്ങളും ആചാരങ്ങളും സംയോജിക്കപ്പെടണം. ഇവ മോരും മുദ്രയും പോലെ വേർതിരിക്കപ്പെടേണ്ടവയല്ല, മറിച്ച് പാലും പഞ്ചസാരയും പോലെ അലിഞ്ഞു ചേരേണ്ടവയാണ്. പക്ഷേ നമ്മുടെ കാലം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വ്യക്തിജീവിതവും പൊതുജീവിതവും രണ്ടായി നിലകൊള്ളുന്നു എന്ന് തന്നെയാണ്. പൊതുസമൂഹത്തിൽ മാന്യ പരിവേഷം അണിയുമ്പോഴും ആദർശ പുരുഷൻ ആകുമ്പോഴും വ്യക്തിജീവിതത്തിൽ ധാർമ്മികത നഷ്ടപ്പെട്ടവരോ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരോ ആണ് അവർ എന്നത് നമ്മെ സങ്കടപ്പെടുത്തുന്നു. വെള്ളിത്തിരയിലും പൊതുജീവിതത്തിലും കാണിക്കാവുന്ന ആദർശനിഷ്ഠയും ജീവിതശുദ്ധിയും വ്യക്തിജീവിതത്തിലും കാണിച്ചിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു. മനുഷ്യനിൽ നിന്ന് നന്മ തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ നഷ്ടമായിരിക്കുന്നുവെന്നതാണ് മറ്റൊരു സങ്കടം.
തന്നെ സൃഷ്ടിക്കുകയും സ്നേഹിച്ച് പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധമാണ് മനുഷ്യപ്രവൃത്തികളിലെ നന്മതിന്മകളെ വേർതിരിക്കുന്നത്. ദൈവഹിതത്തിന് അനുസൃതമായുള്ള മനുഷ്യപ്രവൃത്തികൾ നന്മയായിട്ടുള്ളതും ദൈവഹിതത്തിന്റെ വിരുദ്ധമായ പ്രവൃത്തികൾ തിന്മയായിട്ടുള്ളതുമാണ്. ക്രൈസ്തവ ധാർമ്മികതയുടെ മാനദണ്ഡം ദൈവമാണ്. യഥാർത്ഥ ദൈവവിശ്വാസിക്ക് മാത്രമേ ധാർമ്മിക ബോധത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ജീവിക്കാനും പെരുമാറാനും കഴിയും. ഇത്രയുമൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും സംശയിച്ചേക്കാം, നീതിമാന്മാരെന്നും വിശുദ്ധരെന്നും സ്വയം മേൽനടിച്ചുകൊണ്ടുള്ള ഒരുതരം വിധി പ്രസ്താവിക്കലാണ് ഇതെന്ന്. ഒരിക്കലുമല്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന യേശുവചനം എല്ലാവർക്കും ബാധകമാണ്. പാപികളുടെ നേരെയല്ല, പാപം ചെയ്തിട്ടും എനിക്കെന്ത് സംഭവിച്ചു എന്ന മട്ടിൽ നെഞ്ചു വിരിച്ചതെന്ന് ദൈവകാരുണ്യത്തെ ചോദ്യം ചെയ്യുന്നവർക്കും തിന്മയെ സാമാന്യവൽക്കരിക്കുന്നവർക്കും മാത്രം എതിരെയാണ് ഈ കണ്ടക്ഷം. വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് ക്രിസ്തു തന്നെ വിശേഷിപ്പിച്ച, ഫലം നൽകുന്നതെന്ന് വിശ്വസിപ്പിച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന മുഖംമൂടിധാരികളായ ചില അത്യവൃക്ഷങ്ങൾക്ക് നേരെയാണ് ഈ വിരൽ ചൂണ്ടുന്നത്. ഇക്കൂട്ടർ അവതരിപ്പിക്കുന്ന ജീവിത ദർശനവും മാതൃകകളും വരും തലമുറയ്ക്ക് ഉതപ്പിന് കാരണമായി തീരുമെന്ന ഭയം കൊണ്ടാണ്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവർക്ക് ദുരിതം. ദൈവത്തിന്റെ ആലയമായ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഓർമ്മയുണ്ടായിരിക്കട്ടെ.